Good evening guys, we have a video. Sunday we എല്ലാവരും അച്ഛനും അമ്മയും ഞാനും നമ്മളെ മാളും എല്ലാവരും ഉണ്ട്. നമ്മൾ സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ഔട്ടിങ്ങിന് പോവാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളിപ്പോൾ നീലേശ്വരം റെയിൽവേ സ്റ്റേഷന്റെ പാലത്തിന്റെ അടുത്തുള്ളത്. ഇന്ന് ചെറിയൊരു വൈകിട്ടായതുകൊണ്ട് ചെറിയൊരു ചാറ്റൽ മഴ ഇങ്ങനെ ഉണ്ട്. പിന്നെ ഞാൻ ഏകദേശം റൂട്ട് കാര്യങ്ങൾ ഏകദേശം ഞാൻ പറഞ്ഞു തരാം. നമ്മളിപ്പോൾ നീലേശ്വരം മാർക്കറ്റിൽ നിന്ന് അങ്ങോട്ടേക്കാണ് വരിക. അപ്പോൾ നീലേശ്വരം മാർക്കറ്റിൽ നിന്ന് നമുക്ക് വീഡിയോ. ഇതാണ് നമ്മളെ നീലേശ്വരം മാർക്കറ്റിൽ റോഡിന്റെ പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടെല്ലാം വിടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ നീലേശ്വരം മാർക്കറ്റ് എന്ന് പറയുന്നത്. പിന്നെ നീലേശ്വരം മാർക്കറ്റ്. ഓക്കെ, നീലേശ്വരം മാർക്കറ്റിൽ നിന്ന് കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു റോഡ് ഉണ്ടാവും. അതായത് അച്ചാന്തുരുത്തി പാലം എന്നൊക്കെ പറയും. നമുക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അതായത് ഇവിടുന്ന് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് നമ്മളെ റോഡ് നമ്മൾ ഇവിടുന്ന്, അതായത് നമ്മുടെ കോട്ടപ്പുറം എന്ന് പറഞ്ഞ ടൗണിൻ്റെ അകത്ത് റൈറ്റിലേക്ക് ഒരു റോഡുണ്ട്. നമ്മളിപ്പോൾ ഒരു കോൺക്രീറ്റ് റോഡ് പോലത്തെ റോഡാണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോകേണ്ട നമ്മളെ ബീച്ച് ഹൗസും ഇവിടെ അതേപോലെ തന്നെ ഹൗസ് ബോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ഹൗസ് ബോട്ട് ഉണ്ട്. 100 മീറ്റർ കഴിഞ്ഞാൽ പിന്നെയും ലെഫ്റ്റിലേക്ക് റോഡുണ്ട്. ഇവിടെ നിന്ന് വീണ്ടും ലെഫ്റ്റിലേക്ക്, ഈ ബിൽഡിംഗ് തൊട്ടിട്ട് ലെഫ്റ്റ്. ഈ റോഡിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു കാണാൻ കുറച്ചും കൂടി നല്ല സുഖമുള്ള കാഴ്ചകളാണ്. എന്താ വെച്ചാൽ കുറേ ആൾക്കാർ ഇങ്ങനെ ഇവിടെ ഉണ്ടാവും. അത് ഹൗസ് ബോട്ടിന് പോയിട്ട് വണ്ടി പാർക്ക് ചെയ്ത് ഹൗസ് ബോട്ടിന് പോയിട്ട് എൻജോയ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും. ഇതാണ് നമ്മളെ കായൽ വരുന്നത്. ഇപ്പം തന്നെ നമ്മളെ ഒരു ആലപ്പുഴ ഒരു ഫീല് നമുക്ക് എന്തായാലും ഉണ്ടാവും. ആലപ്പുഴ പോയ ഒരു ഫീല്. ജസ്റ്റ് ഒന്ന് വണ്ടി ഇടങ്ങൊന്ന് പാർക്ക് ചെയ്യട്ടെ. ഇതാണ് നമ്മൾ പറഞ്ഞ താജ് ക്രൂയിസ്. താജ് ക്രൂയിസിന്റെ 2 ബോട്ട് ഇതാ ഇവിടെ നിരന്ന് നിൽക്കുന്നുണ്ട്. ഒന്ന് വലുതും ഒന്ന് ചെറുതും. അപ്പോൾ ആരെങ്കിലും നമ്മൾ ഹൗസ് ബോട്ടോ അല്ലെങ്കിൽ ഒരു ഫാമിലി ജസ്റ്റ് ഒരു ടൂറോ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ഓപ്റ്റ് ചെയ്യുക. നല്ലൊരു ഓപ്ഷനാണ്. ചെറിയൊരു രീതിയിൽ നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മാക്സിമം എൻജോയ് ചെയ്യാനുള്ളൊരു സമയം കിട്ടും. പിന്നെ മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് നമുക്ക് പാട്ട് പാടാനും പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഗെയിംസ് കളിക്കാനും എല്ലാ സൗകര്യം ഇവരിൻ്റെ ഉള്ളിൽ ഒതുക്കിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ സംഭവം. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പം കുഞ്ഞു മക്കളും പിന്നെ ഒരു ഫാമിലിയും ഒരു ഗെറ്റ് ടുഗെദർ നടത്താനൊക്കെ ഏറ്റവും നല്ലൊരു സ്പേസ് എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം ഇത്. അതാണ് ഞാൻ പറഞ്ഞ നമ്മളെ നീലേശ്വരത്തെ പിന്നെ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ. താജ് ക്രൂയിസ്. പിന്നെ അതേപോലെ നമ്മളിപ്പോൾ ഞാൻ നിങ്ങളത് പറഞ്ഞല്ലോ, ആലപ്പുഴയും കാര്യങ്ങളൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നമ്മളെ നീലേശ്വരത്ത് തന്നെ ഫുള്ളി സെറ്റിൽഡ് ആയിട്ടുള്ള ഹൗസ് ബോട്ടിന്റെ എല്ലാ സെറ്റപ്പും ഇവിടെ നമ്മുടെ നീലേശ്വരത്ത് തന്നെ ഉണ്ട്. ഫുള്ളി സെറ്റപ്പ് ആയിട്ടുള്ള നമ്മള് അടിപൊളി ക്രൂസ് ആയത്. ഇത് ഡബിൾ ഡെക്കറാണ്. അതിന്റെ ഫീച്ചർ, അതിന്റെ കാര്യങ്ങളും റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിക്കാം. മാളുണ്ട്. മാളിവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് താജ് ക്രൂസിന്റെ നമ്മളൊരു മാനേജർ നമ്മളിവിടെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അവരോട് റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഏട്ടാ, നമ്മൾ ഇതിന്റെ ചാർജും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? ചാർജ് നിങ്ങളെ ഡേ ട്രിപ്പ് ആണെങ്കിൽ 10 to 4 PM 10 to 4 PM വരുന്നത് അല്ലേ? അതിന്റെ ചാർജസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? 12,000 അല്ലേ? 10,000 അല്ലേ? കുറവാണല്ലോ. ഏറ്റവും 8% അല്ലേ? അപ്പൊ അതിന്റെ ഫുഡും കാര്യങ്ങളൊക്കെ മെനു എങ്ങനെ വരും? അധികം വരുന്നുണ്ടെങ്കിൽ പെർ ഹെഡ് 800 രൂപ. ഓ, അടിപൊളിയാണല്ലോ. വിത്ത് ഫുഡ് അല്ലേ? വിത്ത് ഫുഡ് ആണല്ലേ? ഓക്കെ. അത് എന്തൊക്കെയാ നമുക്ക് ഫുഡ് അതിന്റെ അകത്ത് മുന്നേ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം, രാവിലെ നമുക്കൊരു 11 മണിയാകുമ്പോഴത്തേക്ക് ഒരു ചായ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഒരു 1 മണിയാകുമ്പോഴത്തേക്ക് നമ്മളെ കായലിന്റെ തന്നെ നമുക്ക് അതിന്റെ അകത്തൊരു ചെറിയ സ്നാക്സും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 1 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ എവിടെയെങ്കിലും നമ്മൾ വണ്ടി ഹോൾട്ട് ചെയ്ത് നമ്മൾ ഹൗസ് ബോട്ട് ഹോൾട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ലഞ്ച് അവിടെ ഒരു നടുക്കായിരിക്കും അല്ലേ? കേരള മീൽസ്, ഫിഷ് ഫ്രൈ അതന്നെ. അപ്പോൾ നമ്മളെ ഫിഷ് ഫ്രൈ ഉണ്ടാവും. നാടൻ നമ്മളെ ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഉണ്ടാവും. ഈവനിങ് അതേപോലെ തന്നെ ടീയും പിന്നെ അതേപോലെ തന്നെ ചെറിയ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ നമ്മളെ ടൈമും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചെക്കൗട്ട് അല്ലേ? 4 മണിക്കാ ചെക്കൗട്ട് വരുന്നത്. ഇപ്പം 2 ആൾക്കാരുണ്ട്. 2 ആൾക്കാരും കറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്.
പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഏത് കണ്ടീഷൻ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു സൗകര്യം എന്ന് വെച്ചാല് ഇതിന്റെ ഇവരെ ഈ താജിന്റെ ഒരു സവിശേഷത എന്ന് വെച്ചാല് നമുക്ക് മിനി പാർട്ടി വരെ നമുക്ക് ഇവിടുന്ന് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അതെ അല്ലെ, അത് നമുക്ക് ചെറിയൊരു പാർട്ടി, അതായത് എൻഗേജ്മെന്റ് വരെ സുഖമായിട്ട് നടത്താൻ വേണ്ടി പറ്റും. ആണോ, നമുക്ക് എൻഗേജ്മെന്റ് നടത്താൻ വേണ്ടി പറ്റിയ സ്ഥലമാണ്. അതായത് ചെറിയ പാർട്ടി, അതായത് നമ്മളെ ഒഫീഷ്യലി ഓ നമ്മളെ വീട് പോലെ തന്നെയാണല്ലേ. ഓ ഇതിന്റെ അകത്താ ഡബിൾ ഡെക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ നമ്മൾ സെറ്റപ്പിൽ നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും. ബാൽക്കണി പോലെ ഫുള്ളി സെറ്റപ്പിൽ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നത് നമ്മളെ നീലേശ്വരത്തുള്ള ഏറ്റവും വലിയ ബോട്ട് തന്നെയാണെന്നോ അല്ലെ? അല്ല അങ്ങനെയല്ല, നമുക്ക് ഉള്ളിൽ ഏറ്റവും അല്ലേ അത്യാവശ്യം വലിയ ബോട്ട് നമ്മളെ താജ് ക്രൂസിന്റെ ബോട്ട് തന്നെയാണ്. അപ്പം പിന്നെ നമ്മൾ ബാക്കിയുള്ള വിശേഷങ്ങൾ ഇതിന്റെ മുകളിൽ നമുക്ക് ഇടക്കുണ്ടാവും. അതെ, നമുക്ക് ഇത് മെയിൻ ആയിട്ട് ഇവർ പറഞ്ഞ പോലെ നമുക്ക് ചെറിയൊരു ഫംഗ്ഷൻ, ഒരു മീറ്റിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ചെറിയൊരു കല്യാണ പരിപാടി, ബർത്ത്ഡേ പരിപാടി, അങ്ങനെ 50 ആൾ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന മാക്സിമം കപ്പാസിറ്റി 50 ആണോ? 49. അത് ഗവൺമെന്റ് പറയുന്നത് 49 ആണ്. 49 വരെ നമുക്ക് ഇവിടെ ലൈസൻസി ആയിട്ട് നമുക്ക് നടത്താൻ വേണ്ടി പറ്റും. അത്യാവശ്യം ചെറിയൊരു ബർത്ത്ഡേ പാർട്ടിയും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യം നല്ല എന്താ പറയണ്ടേ നല്ലൊരു ലക്ഷറിയസ് ആയിട്ടുള്ള സ്പേസ് ആണ് നമ്മളെ ഇപ്പം നീലേശ്വരത്ത് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ വേറൊരു പുറത്തെ വ്യൂ കൂടി ഒന്ന് കാണിച്ചത്. ഇങ്ങോട്ട് നോക്ക്. പിന്നെ അതേപോലെ തന്നെ ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു ഹൈലൈറ്റ്. നല്ല വ്യൂ ആണ്. മീന് ഇതിപ്പം ഇവളിപ്പം ആലപ്പുഴയും കാര്യങ്ങളൊക്കെ പോയി ശീലമുള്ളതുകൊണ്ട് ഇവർക്ക് വലിയൊരു പുതുമയായിട്ട് തോന്നൂല. പക്ഷേ നമ്മളെ കണ്ണൂര് അതേപോലെ തന്നെ നമ്മളെ കോഴിക്കോട് ജില്ലക്കാർക്കെല്ലാം അത്രയും പെട്ടെന്ന് നമുക്ക് എത്തിപ്പെട്ടിട്ട് ഒരു നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമാണ് നമ്മൾ നീലേശ്വരം. ഇതിപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ലൊക്കേഷൻ. ഇവർക്ക് ഇത് മാത്രമല്ല, ഇതിൻ്റെ ചെറിയ ഹൗസ് ബോട്ട്സും കുറേ ഉണ്ട്. എല്ലായിടത്തും ഒരു ആവറേജ് റേറ്റ് വരുന്ന സെയിം ഇത് തന്നെയാണെന്ന് തോന്നുന്നു. 10,000+. അതായത് ആൾക്കാരുണ്ടെങ്കിൽ പെർ ഹെഡ് 800 രൂപ വെച്ചിട്ടാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ നല്ലൊരു ലൊക്കേഷനാണ്. അതുകൊണ്ട് തന്നെ ഈവനിങ്ങിന് വരാൻ കാരണം നമുക്ക് ഉച്ചയ്ക്ക് വരുമ്പോൾ നമുക്ക് ഇത്ര ഒരു സംഭവം കിട്ടില്ല, വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആളുവയിലടക്ക് ചുളിവിൽ ഇവിടുന്ന് ആ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് കസറുന്നുണ്ട്. ഇവിടെ ചുളിവിലൂടെ കയറി നോക്കുമ്പോൾ അവരെ മറ്റേ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ്. മാളു എങ്ങനെയുണ്ട് നമ്മുടെ സ്ഥലം? അടിപൊളി സ്ഥലം അല്ലേ? നമുക്ക് അടുത്ത എന്തെങ്കിലും ഒരു പരിപാടി നമുക്ക് ഇവിടെ വെച്ച് സെറ്റ് ആയിക്കൂടെ? നിന്റെ പപ്പയും മമ്മിയൊക്കെ വരുമ്പോൾ നമുക്കൊരു സുര കൂടാം. ഓക്കെ, പപ്പയുടെ മമ്മിയുടെ പറയണ്ട, സർപ്രൈസ് ആയിട്ട് നമുക്കൊരു സുര കൂടിക്കളയാം. ഓക്കെ, ഫാമിലി എല്ലാവരും കൂടി നമുക്ക് ഇവിടുന്ന് നമുക്ക് അടിച്ചു പൊളിക്കാം. മാളു ഇതായിടാ റൂമിൽ വന്നിട്ട് തലക്ക് കഴുത്തിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റാണ് വരുന്നത്. നമ്മളെ കിച്ചൺ ഇവിടുന്ന് തന്നെ, ഇവർ ഫുഡും കാര്യങ്ങളും പ്രിപ്പറേഷനൊക്കെ ഇവിടുന്ന് തന്നെയാണ്. ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഈ നീറ്റായിട്ടുള്ള നമ്മളെ അടുക്കള തന്നെയാണ്. ഗ്യാസ് സ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ താജ് ക്രൂസിന്റെ പിന്നെ സാരഥിയാണ്. അപ്പോൾ ഞാൻ ഇവരെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും എന്തായാലും ഇതിൻ്റെ അകത്ത് വെക്കുന്നുണ്ട്. ആരെങ്കിലും വരികയാണെങ്കിൽ പിന്നെ നമ്മളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ താജ് ക്രൂസിലെ നമ്പറും കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ അകത്ത് ഷെയർ ചെയ്തുതരാം. ഡ്രൈവർ സീറ്റിൽ നിന്ന് മാറിയിട്ട് നമ്മളെ കപ്പലിൻ്റെ സീറ്റിലും കയറി ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് അവരോട് പറയാണ് കാറൊക്കെ ഓടിക്കാൻ അറിയാം, ബോട്ടും കൂടി ഓടിക്കാൻ തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതാണ് മാളുവാണ് ഡ്രൈവിംഗ് സീറ്റിലുള്ളത്, ഹോട്ട് സീറ്റിലുള്ളത്. നമ്മൾ മാളു ഹോട്ട് സീറ്റിലുണ്ട്. ഓക്കെ, എന്തുണ്ട് മാളു വന്നിട്ട്?
നിന്റെ ആലപ്പുഴ നല്ല ഇതാണല്ലേ? ആലപ്പുഴ അതൊരു വേറൊരു ഭംഗി, ഇത് ഒരു ഭംഗി. സൂപ്പർ അല്ലേ? നമുക്ക് ഇവരെ തന്നെ വേറെ ചെറിയൊരു ഹൗസ് ബോട്ടും ഉണ്ട്, അത് കാണാൻ പറ്റുമോ? നമ്മുടെ താജിന്റെ 2 ബോട്ടുണ്ട്. ഇതാണ് നമ്മളിപ്പോ കണ്ട ബോട്ട്. അത് നമ്മൾ കുറച്ചും കൂടി വലുതാണ്, നമ്മളെ പാർട്ടിയും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി പറ്റുന്ന വലിയ ബോട്ടാണ്. പിന്നെ അതേപോലെ തന്നെ ഒന്നിതാ നമ്മൾ ചെറുതുണ്ട്. ഇവരുടെ നമ്മളെ കസ്റ്റമേഴ്സിന് പാട്ടൊക്കെ വെച്ച് വലിയ സെറ്റപ്പുള്ള ബോട്ടാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കയറി കാണാൻ കഴിയും. താജ് ക്രൂസിന്റെ ചെറിയൊരു ബോട്ടാണ്, ചെറിയ ബോട്ടൊന്നല്ല, മറ്റേത് അതേപോലെ തന്നെ വലിയ ബോട്ടാണെങ്കിൽ നമ്മൾ ചെറിയൊരു ബോട്ടാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം മുകളിലും കാര്യം. നമ്മളിപ്പോൾ ഇത്തിരി സമയം കണ്ട നമ്മൾ അപ്പുറത്ത് നിന്ന് താജ് ക്രൂസിൻ്റെ നമ്മളെ വലിയൊരു ബോട്ട് അപ്പുറത്ത് കണ്ടത്, അതിൻ്റെ ചെറിയ ബോട്ടിലാണ്. ഇത് നമ്മൾ തിരിഞ്ഞിങ്ങി വരുമ്പോൾ ഇതാ മാളു അച്ഛനും അമ്മയൊക്കെ ഇതാ ബോട്ടിൻ്റെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ടത് വലിയ ഡൈനിങ് ആണെങ്കിൽ ഇത് നമുക്ക് ചെറിയ ഡൈനിങ് ആണ്. അത്യാവശ്യം ഒരു 12 ആക്കി ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡൈനിങ്ങോട് കൂടിയിട്ടുള്ള ഇതേണ്ട. നമ്മളിപ്പോൾ കുറേ ഹൗസ് ബോട്ട് ഓരോ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഹോൾട്ടായിട്ട് വരുന്നത്, അത് തേജസ്വിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹാൾട്ടിങ് പോയിൻ്റാണ്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് നമുക്ക് ഇനിയുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ പോയി കാണിച്ചു തരാം. ഇത് നമ്മൾ ആ പോകുന്ന വഴിക്ക് തന്നെയുള്ള താജ് ക്രൂസിൻ്റെ പാർക്കിംഗ് പോയിന്റിലാണ് ഇപ്പം നമ്മളുള്ളത്. നല്ല വ്യൂ ആണ്, അടിപൊളി വ്യൂ ആണ്. അച്ചാന്തുരുത്തി പാലം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണ് അച്ചാന്തുരുത്തി. നമ്മൾ നേരത്തെ കാണിച്ച ബോട്ടിനെക്കാളും ചെറിയൊരു ബോട്ട്, ഇത് അടിപൊളി ലക്ഷറി ബോട്ടാട്ടോ. കാണാൻ വേണ്ടി നമുക്ക് ഫാമിലി കപ്പിൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ലക്ഷറി ബോട്ട് തന്നെയാണ്. കാണാനും അത്യാവശ്യം കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ടുള്ള ബോട്ടാണ്. നോക്കിതാ ടോയ്ലറ്റ് ആയാലും ശരി, അത്യാവശ്യം നീറ്റായിട്ടുള്ള ടോയ്ലറ്റും കാര്യങ്ങളും അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ വാഷ്റൂമിൻ്റെ വാഷിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് റൂം, 2 റൂം അതുപോലെ തന്നെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള റൂം തന്നെയാണ്. അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കപ്പിൾസ് ആയാലും ശരി, നമ്മൾ ഫാമിലി ആരെങ്കിലും വരുന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല റൂംസ്. 2ഉം അറ്റാച്ച്ഡ് ആണ്, 2 റൂംസും അറ്റാച്ച്ഡ് റൂംസാണ്, 2 AC റൂം. ബോട്ട് യാത്രയും കഴിഞ്ഞിട്ട് 3 ആൾക്കാരും വരുന്നുണ്ട്. രാവിലെ 9 മണി മുതൽ ബോട്ട് യാത്രയും കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും എല്ലാവരും ക്ഷീണിച്ചിട്ടുള്ള അടിച്ചു പൊളിച്ചിട്ടാണ് വരുന്നത് എല്ലാവരും. അതേപോലെ നമ്മളെ ആ പൈലറ്റ് ഉണ്ട് കൂടെ, നിശാന്ത് ബ്രോ ഉണ്ട്, അവരുടെ പേര് ആന്താട്ടിനുണ്ട് ഒരുമിച്ച്. അപ്പോൾ ഗൈസ് നല്ല അടിപൊളി സ്ഥലം, നമ്മുടെ ആലപ്പുഴയൊക്കെ പോലെയുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. നല്ല രസമുണ്ട്. നമ്മൾ ആലപ്പുഴ സെയിം അതുപോലൊക്കെ തന്നെ, അത്രയും ബോട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ ഭംഗി. പിന്നെ ഇവിടുത്തെ ആൾക്കാർ, നമ്മൾ സംസാരിച്ച ചേട്ടന്മാരൊക്കെ നല്ല അടിപൊളി, നല്ല കമ്പനി ആയിട്ടാണ് സംസാരിച്ചത്. നമ്മൾ എന്തായാലും പോകുമ്പോൾ നല്ല ഹാപ്പി ആയിട്ട് വരാനായിട്ട് നമുക്ക് പറ്റും. അതുപോലത്തെ നല്ല ഒരു ഇതായിരുന്നു. നമുക്ക് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇവിടെ നീലേശ്വരം വരുന്നവർ ശ്രദ്ധിക്കുക, ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് കണ്ട് എൻജോയ് ചെയ്ത് പോവുക എല്ലാവരും. അപ്പം എല്ലാവരും നമ്മളെ മാളൂസ് വ്ലോഗ് എല്ലാവരും നമ്മളെ വെൽക്കം ചെയ്യുന്നു. നമ്മൾ പക്ഷേങ്കിൽ ഞാൻ പേഴ്സണലി കുറേ സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ നമ്മളെ താജ് ക്രൂസിനെ എല്ലാവർക്കും ഒന്ന് റെക്കമെൻഡ് ചെയ്യുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ അവിടുന്ന് ഹൗസ് ബോട്ടൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അവിടുന്ന് കുറച്ച് മുന്നോട്ടേക്ക് വരുമ്പോൾ നമുക്ക് ചെറിയൊരു പാർക്ക്, അതായത് കുറേ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തൊരു സ്ഥലം, പിന്നെ അതേപോലെ തന്നെ അവിടെ ചെറിയ പാർക്ക്, കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് കുട്ടികൾക്കും കളിക്കാനും കാര്യങ്ങളൊക്കെയുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളെ ബോട്ട് ഹൗസ് എന്നാണ് അതിൻ്റെ അകത്തുള്ളത്, അല്ലെങ്കിൽ ബോട്ട് ടെർമിനലിൽ നിന്നുണ്ട്. ഇവിടെ അത്യാവശ്യം ഫാമിലി ആയിട്ട് വന്ന് ഒരു ഹൗസ് ബോട്ട് നമ്മളിങ്ങനെ നമ്മുടെ പോയിന്റിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അതിലെല്ലാവരും അടിച്ചു പൊളിച്ച് നല്ലൊരു ആംബിയൻസ്. ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു തരാം. നല്ല സ്ഥലം എന്ന് വെച്ചാൽ ഭയങ്കര ആംബിയൻസ് ഉള്ള സ്ഥലം. ഒരു ഈവനിങ് ടൈമിൽ നമുക്കൊരു സൺഡേസോ വന്നിരിക്കാൻ വേണ്ടി പറ്റിയ സ്ഥലമാണ്. ഇവിടെ തന്നെ നമുക്ക് സ്നാക്സ്, അതേപോലെ തന്നെ കുറേ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ, ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അത് അമ്മയും അച്ഛനോട് ഇരുന്നിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്തതിനോ അറിയില്ല. അമ്മയും അച്ഛനോട് ഇരുന്നിട്ട് കാണുന്നുണ്ട്. എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്തതിനാ അമ്മേ? അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ ബെൽ ബട്ടൺ ഓപ്പൺ ചെയ്ത് വെക്കുക.
പിന്നെ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബേഴ്സിനൊന്ന് ആഡ് ചെയ്ത് തരണം. എല്ലാവരും ഹെൽപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.